ഹായ് നമസ്കാരം. നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൻ്റെ 12ാമത്തെ വീഡിയോ ക്ലാസ് ആണ് ഇത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ജസ്റ്റ് നമ്മുടെ ചാനൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് കയറിയിട്ട് 10th പ്രിലിംസ് 2024 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത വീഡിയോസ് കിട്ടും നിങ്ങൾക്ക്. അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് 12ാമത്തെ ക്ലാസ് ആണ്. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ. ഈ ഭാഗത്ത് നമ്മൾ 1ാം സ്വാതന്ത്ര്യ സമരം നമ്മൾ നോക്കിക്കഴിഞ്ഞതായിരുന്നു. ഇനി അതിന് ശേഷമുള്ള ബംഗാൾ വിഭജനം തൊട്ട് അതിൻ്റെ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോയാലോ. 1ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഇനി ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ഓപ്ഷൻ ഡി ആണ്. കഴ്സൺ പ്രഭു ആണ് അല്ലേ? കഴ്സൺ പ്രഭു ആണ് ബംഗാളിനെ വിഭജിച്ചത്. ഏത് വർഷമായിരുന്നു ബംഗാൾ വിഭജനം നടന്നത്? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ സി ആണ്. 1905 ജൂലൈ 20-നാണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? ബംഗാൾ എന്നറിയപ്പെടുന്നത്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയാണ് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ച ഡേറ്റ് ചോദിച്ചാൽ ഏതാ? 1905 ജൂലൈ 20-നാണ്. ഇനി 4ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം ഏതാ? ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം 1905 ജൂലൈ 20-നാണ് എന്ത് ചെയ്യുന്നത്? വിഭജനം പ്രഖ്യാപിക്കുന്നത്. ആ വിഭജനം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. 1905 ഒക്ടോബർ 16-നാണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 5ാമത്തെ ചോദ്യം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഏത്? ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമായിരുന്നു ഏത്? ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി ആരാം? ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയി? മിന്റോ സെക്കൻഡ് ആട്ടോ. ഓപ്ഷൻ ബി ആണ്. മിന്റോ സെക്കൻഡ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതാരാ? കഴ്സൺ പ്രഭു. കഴ്സൺ ആണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ നിലവിൽ വന്ന ഒക്ടോബർ 16 1905 ഒക്ടോബർ 16-ന് ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചാൽ ആരാ? മിന്റോ സെക്കൻഡ് ആണ്. ഇനി 7ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ബംഗാൾ വിഭജന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു കേട്ടോ. ബംഗാൾ വിഭജന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാ? ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാരായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആട്ടോ. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ഏത്? ബംഗാൾ വിഭജനത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജന സമയത്ത് INCയുടെ പ്രസിഡന്റ് ചോദിച്ചാലും ആയിരുന്നില്ല, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 9ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചതാരാ? ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? അതുമാരാ? ഓപ്ഷൻ സി ആണ്. സുരേന്ദ്രനാഥ ബാനർജി ആട്ടോ. ഓപ്ഷൻ സി സുരേന്ദ്രനാഥ ബാനർജി ആണ്. ഇനി 10ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ മുദ്രാവാക്യം പറഞ്ഞതാരാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്, എന്നാൽ എന്ത് ചെയ്യില്ല, നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന് ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്യം പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആട്ടോ. ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. 11ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം ഓപ്ഷൻ ഡി ആണ്. വന്ദേ മാതരം ആട്ടോ. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം ചോദിച്ചാൽ ഏതാ? വന്ദേ മാതരമാണ്. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ചോദിച്ചാൽ ആരാ? ഹാർഡിഞ്ച് സെക്കൻഡ് ആട്ടോ. ആരാ? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ഏതാണ്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്. 1911-ലാണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരാണ്? ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 11-ലാണ്. ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് വെച്ചാൽ ആരാ? BN ദർ ആട്ടോ. ആരാ? BN ദർ ആണ്. ഇനി 15 ഒക്ടോബർ 16, അതായത് നമ്മുടെ ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഡേറ്റ് ആണ് ഇത്. 1905 ഒക്ടോബർ 16 അല്ലേ? ആ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തതാരാണ്?
ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആരായിരുന്നു ആഹ്വാനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ആരാ? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചതാരാം? ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഈ അമർ സോന ബംഗ്ലയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് അറിയപ്പെടുന്നത്. ഇനി ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചതെന്നാണ്. ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചത് ഓപ്ഷൻ ബി ആണ്, ഒക്ടോബർ 16. ഒക്ടോബർ 16 ഇനി 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാ? 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, സ്വദേശി പ്രസ്ഥാനം. ഓപ്ഷൻ എ സ്വദേശി പ്രസ്ഥാനം. ഇനി 19ാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി ആണ്, 1905. ഇനി 20ാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷം ഏതാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷം ഓപ്ഷൻ സി ആണ്, 1905 ഓഗസ്റ്റ് 7. ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങളാണ് ഏതൊക്കെ? ഓപ്ഷൻ സി ആണ്, യുഗാന്തർ, വന്ദേ മാതരം, അമൃത ബസാർ പത്രിക. യുഗാന്തർ, വന്ദേ മാതരം, അമൃത ബസാർ പത്രിക. ഇനി 22ാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ചോദിച്ചാൽ ആരൊക്കെയാ? ഓപ്ഷൻ സി ആണ്, അരവിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ ടാഗോർ. 23ാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച സംഘടന ഏതാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച സംഘടന ഏതാ? സ്വദേശി സംഘമാണ്. ഓപ്ഷൻ സി ആണ്, സ്വദേശി സംഘം. 24 സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപം ഏതാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ജാത്രയാട്ടോ. ഏതാ? ജാത്രയാണ്. 25ാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? ഓപ്ഷൻ ഡി ആണ്, കൃഷ്ണകുമാർ മിത്രയാട്ടോ. ആരാ? കൃഷ്ണകുമാർ മിത്രയാണ്. ഇനി കൃഷ്ണകുമാർ മിത്ര തന്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം ഏതാണ്? കൃഷ്ണകുമാർ മിത്ര തന്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം ഏതാ? ഓപ്ഷൻ സി ആണ്, സഞ്ജീവനി. കേട്ടോ, ഏതാ? സഞ്ജീവനി. കൃഷ്ണകുമാർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം ചോദിച്ചാൽ ഏതാ? സഞ്ജീവനിയാണ്. ഇനി സഞ്ജീവനി പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാലും ആരാ? സഞ്ജീവനി പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ആരാ? കൃഷ്ണകുമാർ മിത്ര അല്ലെ, കൃഷ്ണകുമാർ മിത്രയാണ്. ഇനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാം? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ഓപ്ഷൻ ബി ആണ്, VO ചിദംബരം പിള്ള. കേട്ടോ, VO ചിദംബരം പിള്ള. ഇനി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചതാരാണ്? ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ്, പ്രഫുല്ല ചന്ദ്ര റേ അല്ലെങ്കിൽ PC റേ ആണ്. 30ാമത്തെ ചോദ്യം, സ്വദേശി വസ്ത്ര പ്രചാരണി സഭയുടെ സ്ഥാപകൻ ആരാ? സ്വദേശി വസ്ത്ര പ്രചാരണി സഭയുടെ സ്ഥാപകൻ ഓപ്ഷൻ സി ആണ്, ബാലഗംഗാധര തിലകനാണ്. 31 സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാ? സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ എ ആണ്, അശ്വിനി കുമാർ ദത്ത അല്ലെ, AK ദത്ത അല്ലെങ്കിൽ അശ്വിനി കുമാർ ദത്ത. 32 സ്വദേശ് മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാ? സ്വദേശ് മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, CR ദാസ് ആട്ടോ. ആരാ? ഓപ്ഷൻ സി ആണ്, CR ദാസ് ആണ്. 33ാമത്തെ ചോദ്യം, സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി ആണ്, G സുബ്രഹ്മണ്യ അയ്യർ. കേട്ടോ, G സുബ്രഹ്മണ്യ അയ്യരാണ്. 34 സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാ? ഓപ്ഷൻ സി ആണ്, ഓഗസ്റ്റ് 7 ആണ്. 35 അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ആരാ?
അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ഓപ്ഷൻ എ ആണ് ബരീന്ദ്ര കുമാർ ഘോഷ്. ആരാ? ബരീന്ദ്ര കുമാർ ഘോഷ് ആണ്. 36 രാഖി ബന്ധൻ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം ഏതാ? രാഖി ബന്ധൻ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം ഏതാ? ഓപ്ഷൻ സി ആണ് സ്വദേശി പ്രസ്ഥാനമാണ്. ഏതാ? സ്വദേശി പ്രസ്ഥാനം. ഇനി 37ാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഓപ്ഷൻ എ ആണ് 1906 ഡിസംബർ 30 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാ? ഡിസംബർ 30 1906 ആണ്. ഇനി 38ാമത്തെ ചോദ്യം, മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാ? മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാ? ഓപ്ഷൻ ബി ആണ് ആഗാ ഖാൻ ആണ്. 39 മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ്? മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ വേദിയായ നഗരമാണ് ഓപ്ഷൻ ബി ആണ് ധാക്ക കേട്ടോ. ധാക്കയാണ്. ഇനി മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാ? മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? മിന്റോ സെക്കൻഡ് കേട്ടോ. ആരാ? മിന്റോ സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ മിന്റോ സെക്കൻഡ്. 41ാം ചോദ്യം, മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് കാരണമായ മീറ്റിംഗിന് നേതൃത്വം നൽകിയതാരാ? മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് കാരണമായ മീറ്റിംഗിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ് നവാബ് സലീമുള്ള ഖാൻ. 42 മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? ഓപ്ഷൻ ബി ആണ് ആഗാ ഖാൻ ആണ്. 43 മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് ഓപ്ഷൻ ഡി ആണ് കറാച്ചിയിൽ വെച്ചാണ്. 44ാമത്തെ ചോദ്യം, മുസ്ലിം ലീഗിന്റെ കറാച്ചി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാ? മുസ്ലിം ലീഗിന്റെ കറാച്ചി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ് ആദംജി പീർ ബോയ്. ഓപ്ഷൻ ബി ആണ് ആദംജി പീർ ബോയ് ആണ്. എന്താ കറാച്ചിയുടെ പ്രത്യേകത? മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നതാണ് എവിടെ വെച്ചിട്ട്? കറാച്ചിയിൽ വെച്ചിട്ട്. അതിന്റെ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആരാ? ആദം ജി പീർ ബോയ് ആണ്. 45 മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഏത് പേരിൽ അറിയപ്പെടുന്നത്? മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഗ്രീൻ ബുക്ക് കേട്ടോ. ഗ്രീൻ ബുക്ക് എന്നാണ് ഭരണഘടന. ആയത് മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത്. 46 മുസ്ലിം ലീഗിന്റെ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരാണ്? മുസ്ലിം ലീഗിന്റെ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരായിരുന്നു? അത് ഓപ്ഷൻ ബി ആണ് മൗലാന മുഹമ്മദ് അലി കേട്ടോ. ഓപ്ഷൻ ബി ആണ് മൗലാന മുഹമ്മദ് അലി ആണ്. 47 മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം എവിടെയാ? ലഖ്നൗ കേട്ടോ. ലഖ്നൌവിലാണ് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം. 48 മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ. അപ്പൊ മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ഏത്? ഡോൺ എന്ന് പറയുന്നത്. ഡോൺ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? ഡോൺ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1942 കേട്ടോ. 1942 ഇനി 49 മുസ്ലിം ലീഗിന്റെ ചിഹ്നം ഏതാണ്? മുസ്ലിം ലീഗിന്റെ ചിഹ്നം ഏതാ? മുസ്ലിം ലീഗിന്റെ ചിഹ്നം ഓപ്ഷൻ എ ആണ് ചന്ദ്രക്കലയും നക്ഷത്രവും കേട്ടോ. ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. 50ാമത്തെ ചോദ്യം, ഡോൺ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരാണ്? ഡോൺ എന്ന പത്രം ആരംഭിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് മുഹമ്മദ് അലി ജിന്ന കേട്ടോ. ആരാ? മുഹമ്മദ് അലി ജിന്നയാണ്. 51ാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്നത് എവിടെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് അമൃത്സറിലാട്ടോ. എവിടെയാ? അമൃത്സറിലാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്ന എവിടെയാ? അമൃത്സറിലാണ്. 52 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അമൃത്സർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അമൃത്സർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് സർ സയ്യിദ് അലി ഇമാം കേട്ടോ. സർ സയ്യിദ് അലി ഇമാം. 53 ആഗാ ഖാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം ഏതാണ്? ആഗാ ഖാന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1913 ഇനി മുഹമ്മദ് അലി ജിന്ന ലീഗിൽ അംഗമായ വർഷം ഏതാണ്? മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം ഏതാ? 1913 ഇനി മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ വർഷം? മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1916 1916 ഇനി ലക്നൗ ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ലക്നൗ ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്ത് വൈസ്രോയി ചോദിച്ചാൽ ആരാ?
ചെംസ്ഫോർഡ് ആട്ടോ. ഓപ്ഷൻ സി ആണ്, ചെംസ്ഫോർഡ് ആണ്. ഇനി 57 പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതാണ്? ഇത് PYQ ആണ്. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഏതായിരുന്നു? 1930 അലഹബാദ് സമ്മേളനം. 1930 അലഹബാദ് സമ്മേളനമാണ്. ഇനി മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച വ്യക്തി ആരാണ്? മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച വ്യക്തി ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് ഇഖ്ബാൽ ആട്ടോ. ആരാ? മുഹമ്മദ് ഇഖ്ബാൽ ആണ്. ഇനി 1916 ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? 1916 ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് അലി ജിന്ന ആട്ടോ. മുഹമ്മദ് അലി ജിന്നയാണ്. ഇനി ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതാണ്? ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഓപ്ഷൻ ഡി ആണ്, 1940 ലാഹോർ സമ്മേളനമാണ്. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതാ? 1940 ലാഹോർ സമ്മേളനമാണ്. ഇനി ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് നേതാവ് ചോദിച്ചാൽ ആരാ? ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് നേതാവാണ് ആര്? മുഹമ്മദ് അലി ജിന്ന കേട്ടോ. മുഹമ്മദ് അലി ജിന്നയാണ്. ഇനി ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം, ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ച കോൺഗ്രസിന്റെ സമ്മേളനം ചോദിച്ചാൽ 1940 ലാഹോർ സമ്മേളനം. 1940 ലാഹോർ സമ്മേളനം. ഇനി 63 1940 ലാഹോർ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? 1940 ലാഹോർ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? AK ഫസലുൽ ഹക്ക് കേട്ടോ. ഓപ്ഷൻ സി ആണ്, AK ഫസലുൽ ഹക്ക് ആണ്. ഇനി 64 മുസ്ലിം ലീഗ് വിമോചന ദിനമായിട്ട് ആചരിച്ചതെന്ന മുസ്ലിം ലീഗ് വിമോചന ദിനമായിട്ട് ആചരിച്ച ദിവസമാണ് ഡിസംബർ 22, 1939. മുസ്ലിം ലീഗ് വിമോചന ദിനമായിട്ട് ആചരിച്ചതെന്ന ഡിസംബർ 22, 1939. ഇനി മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം ചോദിച്ചാൽ എന്താ? വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു കേട്ടോ. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു. ഇനി പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പാകിസ്ഥാന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? മുഹമ്മദ് അലി ജിന്ന അല്ലെ. മുഹമ്മദ് അലി ജിന്നയാണ്. ഇനി ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ എന്നറിയപ്പെടുന്ന ആരാ? ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ എന്നറിയപ്പെടുന്ന ആരാ? മുഹമ്മദ് അലി ജിന്നയാട്ടോ. ഓപ്ഷൻ എ ആണ്, മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് ഇഖ്ബാൽ ആട്ടോ. മുഹമ്മദ് ഇഖ്ബാൽ ആണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് ഇഖ്ബാൽ ആണ്. ഇനി പാകിസ്ഥാന്റെ ദേശീയ കവി ചോദിച്ചാലും ആര് തന്നെയാ? മുഹമ്മദ് ഇഖ്ബാൽ ആണ്. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, ലിയാഖത്ത് അലി ഖാൻ ആണ്. ഇനി പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? അത് ചൗധരി റഹ്മത്ത് അലി. ഓപ്ഷൻ ഡി ആണ്, ചൗധരി റഹ്മത്ത് അലിയാണ്. ഇനി പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്ന ആരാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇനി പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റ് നമ്മൾ ആരാ? പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ കേട്ടോ. ഇസ്കന്ദർ മിർസയാണ്. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ ബി ആണ്, വിശുദ്ധിയുടെ നാട് കേട്ടോ. വിശുദ്ധിയുടെ നാട് എന്നാണ്. ഇനി ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ ബി ആണ്, വിപ്ലവം എന്ന അല്ലെ. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിപ്ലവം എന്നാണ്. ഇനി 78ാമത്തെ ചോദ്യം, 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരായിരുന്നു? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ഓപ്ഷൻ ഡി ആണ്, ലാലാ ഹർദയാൽ അല്ലെ. ലാലാ ഹർദയാലാണ് പിന്നെ ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത്. എവിടെ? 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ. ഇനി ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? സാൻ ഫ്രാൻസിസ്കോ അല്ലെ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഇനി ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച തീയതി ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 1913 നവംബർ 1 കേട്ടോ. ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് 1913 നവംബർ 1. ഇനി ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ്, ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ബഖ്ന, കർത്താർ സിംഗ്. ലാലാ ഹർദയാൽ, സോഹൻ സിംഗ് ബഖ്ന, കർത്താർ സിംഗ്. ഇനി 82 ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, സോഹൻ സിംഗ് ബഖ്നയാട്ടോ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ?
സോഹൻ സിംഗ് ബഖനെയാണ്. ഇനി ഗദ്ദാർ പാർട്ടി പ്രസിദ്ധീകരിച്ച ലഘുലേഖ, ഗദ്ദാർ പാർട്ടി പ്രസിദ്ധീകരിച്ച ലഘുലേഖയായിരുന്നു ഏത്? ഗദ്ദാർ അല്ലെ, ഏതാ? ഗദ്ദാർ എന്നാണ്. ഗദ്ദാറിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? വിപ്ലവം അല്ലെ. ഇനി 84 ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ചോദിച്ചാൽ ആരായിരുന്നു? ലാലാ ഹർദയാൽ കേട്ടോ, ലാലാ ഹർദയാൽ ആണ്. ഇനി ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാ? ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പതി റായ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ലാലാ ലജ്പതി റായ് ആണ്. ഇനി കൊമഗതമാരു പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? കൊമഗതമാരു എന്ന പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടത്. ഏതാ? ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം ഏതാണ്? ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, 1948 കേട്ടോ. 1948 ഏത് പിരിച്ചുവിട്ടത്? ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ടത്. ഇനി 88 ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായിട്ട് തുടക്കം കുറിച്ച പ്രസ്ഥാനം ഏതാ? ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായിട്ട് തുടക്കം കുറിച്ച പ്രസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഹോം റൂൾ പ്രസ്ഥാനം. ഏതാ? ഹോം റൂൾ പ്രസ്ഥാനം. ഇനി 89 ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കള് ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കള് ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? അയർലാൻഡ് കേട്ടോ. അയർലാൻഡിൽ നിന്നാണ്. ഇനി 90 ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ സി ആണ്, ആനി ബസന്റും ബാലഗംഗാധര തിലകനും ആട്ടോ. ആനി ബസന്റും ബാലഗംഗാധര തിലകനും. ഇനി ഇന്ത്യൻ ഹോം റൂൾ മൂവ്മെന്റിന്റെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? ഇന്ത്യൻ ഹോം റൂൾ മൂവ്മെന്റിന്റെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരൊക്കെ? ഓപ്ഷൻ ഡി ആണ്, ജോസഫ് ബാപ്റ്റിസ്റ്റ് കേട്ടോ. ജോസഫ് ബാപ്റ്റിസ്റ്റ. ഇനി പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു? പൂനെയിലാണെങ്കിൽ ആരാ? ബാലഗംഗാധര തിലകൻ അല്ലെ, ബാലഗംഗാധര തിലകനാണ്. ഇനി ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ബാലഗംഗാധര തിലകന്റെ പത്രം ഏതാണ്? ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ബാലഗംഗാധര തിലകന്റെ പത്രം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, കേസരി കേട്ടോ. ഏതാ? കേസരിയാണ്. ഇനി ആനി ബസന്റ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ആനി ബസന്റ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ സി ആണ്, കോമൺവീൽ കേട്ടോ. ഇവിടെ കോമൺവീലാണ്. നമ്മുടെ ഈ ആനി ബസന്റ് എവിടെയാ ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആരംഭിച്ചെന്ന് വെച്ചാൽ എവിടെയാ? മദ്രാസിനടുത്തുള്ള അടയാർ കേട്ടോ. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ആര്? ആനി ബസന്റ്. പൂനെ ആണെങ്കിൽ നമ്മൾ പഠിച്ചു ആരായിരുന്നു? ബാലഗംഗാധര തിലകനാണ് അല്ലേ. ഇനി 95ാമത്തെ ചോദ്യം, അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ആരാ? അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ്, ലാലാ ലജ്പതി റായ് ആണ്. ഇനി 96ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചാൽ ആരാ? ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ്, എസ് സുബ്രഹ്മണ്യ അയ്യർ കേട്ടോ. എസ് സുബ്രഹ്മണ്യ അയ്യരാണ്. ഇനി അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1920 കേട്ടോ. 1920 ഗാന്ധിജി ആയത്. ഇനി മലബാറിൽ ഹോം റൂൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തി, മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? മലബാറിലാണെങ്കിൽ ആരായിരിക്കും? കെ പി കേശവമേനോൻ അല്ലെ. ഓപ്ഷൻ ബി ആണ്, കെ പി കേശവമേനോന്. നമ്മുടെ ഈ തിലകൻ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതാരാ? ബാലഗംഗാധര തിലകനല്ലേ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ മുദ്രാവാക്യം മുഴക്കിയത് കേട്ടോ. എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആര് പറഞ്ഞത്? ബാലഗംഗാധര തിലകൻ പറഞ്ഞത്. ഇനി 98 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? വൈസ് പ്രസിഡന്റ് സർ സി പി രാമസ്വാമി അയ്യർ കേട്ടോ. സർ സി പി രാമസ്വാമി അയ്യരാണ്. അതേപോലെ ഗാന്ധിജി, ഹോം റൂൾ പ്രസ്ഥാനത്തെ ഗാന്ധിജി പിന്നീട് പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? സ്വരാജ്യസഭ എന്നായിരുന്നു കേട്ടോ. സ്വരാജ്യസഭ. ഹോം റൂൾ പ്രസ്ഥാനത്തെ ഗാന്ധിജി പുനർനാമകരണം ചെയ്തിട്ട് അതിന് പേരിട്ടു എന്താ? സ്വരാജ്യസഭ എന്നായിരുന്നു. ഇനി 99 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം
ആരംഭിച്ച വർഷം ഏതാണ്? ചമ്പാരൻ ഏത് വർഷമായിരുന്നു ചമ്പാരൻ? 1917. 1917 ഇത് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ചമ്പാരൻ ഏത് സംസ്ഥാനത്താ? ചമ്പാരൻ ബീഹാറിലാട്ടോ. ചമ്പാരൻ എവിടെയാ? ബീഹാറിലാട്ടോ. ഓപ്ഷൻ സി ആണ്, ബീഹാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. ഇനി നീലം കർഷകർക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെ നടന്ന സമരം ഏതാണ്? നീലം കർഷകർക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെ നടന്ന സമരം ചോദിച്ചാൽ ഏതാ? ചമ്പാരൻ സത്യാഗ്രഹമാട്ടോ. ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സമരം, തിങ്കതീയ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട സമരം ചോദിച്ചാലും ഏതാ? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തി ആരാണ്? ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, രാജ്കുമാർ ശുക്ല കേട്ടോ. ആരാ? രാജ്കുമാർ ശുക്ലയാണ്. 104ാമത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചതെന്ന ഓപ്ഷൻ സി ആണ്, 2017 കേട്ടോ. 2017 105ാമത്തെ ചോദ്യം, അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 1918 കേട്ടോ. 1918 നമുക്കറിയാം നീലം കർഷകർക്കെതിരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 20ൽ 3 ഭാഗത്ത് കേട്ടോ, 20ൽ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് ഏത്? തിങ്കതീയ സമ്പ്രദായം. തിങ്കതീയ സമ്പ്രദായം എന്തുമായിട്ട് ബന്ധപ്പെട്ട? ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചമ്പാരൻ ഏത് സംസ്ഥാനത്താ? ബീഹാറിലാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമായിരുന്നു ഇത്, ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ, ചമ്പാരൻ സത്യാഗ്രഹം. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാൽ ഏതാ? അത് അഹമ്മദാബാദ് മിൽ സമരം. അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ചോദിച്ചാൽ ഏതാ? അത് ചമ്പാരൻ സത്യാഗ്രഹം കേട്ടോ. ചമ്പാരൻ കർഷക സമരം അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ഏതാ? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ഏതാ? അതും ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം? 1917. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാലാണ് ഇത് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് എവിടെയാ? ഗുജറാത്തിൽ കേട്ടോ. ഇനി അഹമ്മദാബാദ് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം, അഹമ്മദാബാദിൽ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം ചോദിച്ചാൽ ഏതാ? അഹമ്മദാബാദ് മിൽ സമരമാണ് അല്ലെ, അഹമ്മദാബാദ് മിൽ സമരമാണ്. ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി മരണം വരെ നിരാഹാരം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാ? അത് നമ്മുടെ അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വർഷം ഓർത്തു നോക്കുക, 1918 അഹമ്മദാബാദ് മിൽ സമരം. 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മില്ലുടമകൾ എന്ത് ചെയ്തു? ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് ഇത് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം ചോദിച്ചാൽ എന്താ? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു കേട്ടോ. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച ഒരു വനിതാ നേതാവുണ്ട്, അനസൂയ സാരാഭായ് കേട്ടോ. അനസൂയ സാരാഭായ് ഓർത്തു വെച്ചോ. ഇനി ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? 1918 അല്ലേ. 1918 എന്ത് ചെയ്യുന്നത്? ഖേദ സത്യാഗ്രഹം നടക്കുന്നത്. ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അത് ഗാന്ധിജി അല്ലെ. ഓപ്ഷൻ എ ആണ്, ഗാന്ധിജിയാണ്. അതുപോലെ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി അനുഗമിച്ച പ്രധാന നേതാക്കൾ ഓർത്തു വെച്ചോ. സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ ഇന്ദുലാൽ യാഗ്നിക് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ ഇന്ദുലാൽ യാഗ്നിക്കുമാണ്. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നതെന്നാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് നടന്നത് എവിടെയായിരുന്നു? എന്നായിരുന്നു? 1919 നവംബറിനാണ്. 1919 നവംബറിലാണ് എന്ത് ചെയ്യുന്നത്? അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് നടക്കുന്നത്. ഇനി
1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായ നഗരം ഏതാണ്? ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് 1919 വേദിയായ നഗരം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഡൽഹിയാണ്. എവിടെയാ? ഡൽഹിയാണ്. ഇനി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് മഹാത്മാ ഗാന്ധിയാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ പ്രസ്ഥാനം ചോദിച്ചാലും ഏത് തന്നെയാ? ഖിലാഫത്ത് പ്രസ്ഥാനമാട്ടോ. ഓപ്ഷൻ ബി ആണ് ഖിലാഫത്ത് പ്രസ്ഥാനം. 115 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം, കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു? അത് മലബാർ കലാപം അല്ലെ? ഓപ്ഷൻ സി ആണ് മലബാർ കലാപം. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചതെന്നാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് എന്നായിരുന്നു. ഓപ്ഷൻ ഡി ആണ് 1919 ഒക്ടോബർ 17. ഇനി മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം ഏതാ? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏതാ? 1919 അല്ലെ? ഓപ്ഷൻ ഡി ആണ് 1919. ഇനി മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാ? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാ? ഓപ്ഷൻ എ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇനി മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ഏതാ? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന നിയമം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി ലഭിച്ചതെന്നാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയ അനുമതി ലഭിച്ചത് എന്നായിരുന്നു. ഓപ്ഷൻ ഡി ആണ് 1919 ഡിസംബർ 23. 1919 ഡിസംബർ 23. ഇനി ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്, ഇലക്ഷൻ നടന്നത് 1920 1920. ഇനി മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയ് ആരായിരുന്നു? മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയ് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ചെംസ്ഫോർഡ് ആയിരുന്നു കേട്ടോ. ആരാ? ചെംസ്ഫോർഡ് ആണ്. 123 മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുന്ന സമയത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് എഡ്വിൻ മൊണ്ടേഗു കേട്ടോ. എഡ്വിൻ മൊണ്ടേഗു. ഇനി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമം ഏതാണ്? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. 125ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായം കൊണ്ടുവന്ന നിയമവും ഇത് തന്നെയാ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ ദ്വിമണ്ഡല സമ്പ്രദായവും കൊണ്ടുവന്ന നിയമം ചോദിച്ചാലും ഏത് തന്നെയാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. 126ാമത്തെ ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റി നിയമിച്ച വർഷം ഏതാണ്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് 1917. 1917. ഇനി റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എന്നായിരുന്നു? 1919 മാർച്ച് 10. ഓപ്ഷൻ ബി ആണ് 1919 മാർച്ച് 10 ഏത് നിലവിൽ വരുന്നത്? റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. ഇനി ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം ഏതാണ്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് റൗലറ്റ് നിയമമാണ്. 130 റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ ഓപ്ഷൻ ബി എ ആണ് 1919 ഫെബ്രുവരിയിൽ കേട്ടോ. റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ ഏതാ? 1919 ഫെബ്രുവരി
ഫെബ്രുവരിയിലാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമമാണ് ഏത്? റൗലറ്റ് നിയമം. ഇനി റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാരാണ്? റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാരായിരുന്നു? മലയാളി കൂടിയാണ്. ആരാ? സി ശങ്കരൻ നായർ കേട്ടോ. സി ശങ്കരൻ നായർ. INCയുടെ പ്രസിഡന്റായ ഏക മലയാളിയായിരുന്നു ആര്? സി ശങ്കരൻ നായർ. ഇനി ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഡൽഹിയിലെ ബോംബെയിലാണ് അല്ലെ? എവിടെയാ? ബോംബെയാണ്. ഓപ്ഷൻ ബി ആണ്, ബോംബെയിലാണ്. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയാ? ബോംബെയിലാണ്. 134 ചോദ്യം, വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിയമം ഏതാണ്? വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിയമം ഏതായിരുന്നു? അത് റൗലറ്റ് നിയമമായിരുന്നു അല്ലെ? ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് നിയമമായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അധികാരങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഏതൊരു ഇന്ത്യക്കാരനെ എന്ത് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വേറെ, വിചാരണ കൂടാതെ എന്ത് ചെയ്യാം? അനിശ്ചിതകാലം തടവിലിടാൻ കഴിയും. മൂന്നാമത്തത്, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പീല് നിഷേധിക്കുകയും ചെയ്യാം. അപ്പൊ ഏതൊക്കെയാ? റൗലറ്റ് നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അധികാരങ്ങളാണ് ഏതൊക്കെ? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ കഴിയും. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. അതുപോലെ കോടതി വിധിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പീല് നിഷേധിക്കാനും പറ്റും. ഈ ഗാന്ധിജി സത്യാഗ്രഹ സഭ ആരംഭിച്ച സ്ഥലം നമ്മൾ പറഞ്ഞത് എവിടെയെന്ന്? ബോംബെ ആയിരുന്നു അല്ലെ? അതുപോലെ തന്നെ റൗലറ്റ് നിയമത്തിനെതിരായിക്കൊണ്ട് ഒരു സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആരാ? അതും ഗാന്ധിജി കേട്ടോ. റൗലറ്റ് നിയമത്തിനെതിരെ സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഗാന്ധിജി കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. ഇനി റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജി തന്നെയായിരുന്നു കേട്ടോ. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയാണ്. ഇനി അവസാനത്തെ ചോദ്യം, റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായിട്ട് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഡേറ്റ് ഏതാണ്? റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായിട്ട് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഡേറ്റ് ചോദിച്ചാൽ ഏതാ? 1919 ഏപ്രിൽ 6. 1919 ഏപ്രിൽ 6